എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ഇത്രയും നാള് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന കീം എക്സാം നമ്മുടെ പടിവാതിൽക്കലെത്തി കോളിംഗ് ബെല്ല് അടിച്ചിരിക്കുകയാണ്. വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ഇനി ആ ഡോർ ഒന്ന് തുറന്നു കൊടുത്താൽ മതി, അവൻ അടിച്ചു കയറി വരട്ടെ ആവും. ഓക്കെ, അപ്പോൾ റിയാസ് ഖാനൊക്കെ പറയുന്ന പോലെ അവൻ അടിച്ചു കയറി വരും. അപ്പോൾ അടിച്ചു കയറി വരുന്ന കീമിനെ തിരിച്ചടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ അതിന് തയ്യാറാണ്. അപ്പോൾ ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ, കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ സമയം എങ്ങനെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാം, എങ്ങനെ കാം ആൻഡ് കൂളായിട്ട് നമുക്ക് പോയി എക്സാമിനെ നേരിടാം എന്നതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു താങ്ക്സ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം വേറൊന്നുമല്ല, കീം 2021 മുതൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 250ഓളം വീഡിയോസ് കീം ഫോക്കസ്ഡ് ആണ്. അതിനകത്ത് ടെക്നിക്സ്, അതായത് ഉഡായിപ്പ് ട്രിക്സ് പറയുന്ന വീഡിയോസ് ഉണ്ട്, പ്രോപ്പറായിട്ട് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ 2021 നമ്മൾ ചെയ്തു. ഡെയിലി ആക്റ്റീവായിട്ട് 2021 ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇടുന്നുണ്ടായിരുന്നു. 2022 അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റി. 2023 അത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി അത്യാവശ്യം നന്നായിട്ട് കുറേ വീഡിയോസ് ഇടാൻ പറ്റി. പക്ഷെ ഈ വർഷം അതിനുള്ള ഒരു സാഹചര്യം നമുക്കില്ലായിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം വേറൊന്നുമല്ല, നമുക്കൊരു ഫുൾ ടൈം ജോബ് ഉണ്ട്, 9 to 5 ഞാൻ ഒക്കുപ്പൈഡ് ആണ്. എന്നാൽ കൂടി ഓഫ് വർക്കിംഗ് അവേഴ്സിൽ നമ്മൾ നമ്മുടെ മാക്സിമം ഇതിൻ്റെ പുറകെ ഇരിക്കുകയും കുറച്ച് വീഡിയോസ് നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, ഇത്രയും കുറവ് വീഡിയോസ് ഈ വർഷം ഇട്ടിട്ട് കൂടി നിങ്ങൾ എനിക്ക് തന്ന, നമ്മുടെ ചാനലിന് തന്ന റെസ്പോൺസിനും സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ് എനിക്ക് നിങ്ങളോട് താങ്ക്സ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ കണ്ട് മാത്രം ബുക്കും പേനയും എടുത്ത് വരുന്ന കുട്ടികളുണ്ട്. അത് കമൻസ് ആയിട്ടും നമുക്ക് മെസ്സേജസ് ആയിട്ടും സംശയങ്ങൾ അയക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാഷൻ, നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നിങ്ങളെ ഉറപ്പായിട്ടും രക്ഷിക്കും. ഈ എക്സാമിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ഒരു പ്രൊആക്റ്റീവ് മൈൻഡ് സെറ്റ് ഉറപ്പായിട്ടും നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ ഈ കീം സീസണിലും ഈ ഒരു എക്സാമിനും നമ്മളോടൊപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അത് കാണാനെത്തുന്ന ഒരു 10,000 അല്ലെങ്കിൽ 15,000 സ്റ്റുഡൻസ് ഉണ്ട്. കീം എക്സാം എഴുതുന്ന ഒരു 1,00,000 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 1,00,000-ൽ ആദ്യത്തെ 15,000 എൻ്റെ 15,000 ആയിരിക്കണം, നിങ്ങളായിരിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടി നിങ്ങൾ ഒരേ ഒരു കാര്യം ഇനി ചെയ്താൽ മതി, മാക്സിമം പ്ലസന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ഈ IIT റാങ്ക്, JEE നല്ല റാങ്ക് വാങ്ങിക്കുന്നവരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, അവര് മെന്റലി വളരെ പീസിലായിരിക്കും, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, വളരെ കാം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരാളല്ല എന്ന് വിചാരിക്കുക. എന്തിനും ഏതിനും കയറി റിയാക്ട് ചെയ്യുന്ന, ഓവർ റിയാക്ട് ചെയ്യുന്ന പ്രശ്നക്കാരനാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക്, അടുത്ത കുറച്ച് മണിക്കൂറത്തേക്ക് നിങ്ങളൊരു ശാന്ത സ്വരൂപനും വളരെ കാമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുമായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ കീം എക്സാമിന് നിങ്ങൾക്കൊരു 20-30 മാർക്ക് എക്സ്ട്രാ അടിക്കാം. എങ്ങനെയെന്ന് ഞാൻ പറയാം. കാമായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻ കണ്ടാലും ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്, എന്താണ് ഇത് എന്ന് വായിച്ച് നോക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവും. ഒരുപാട് ക്വസ്റ്റ്യൻസും കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നിയാലും നിങ്ങൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് റേഡിയസ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, ചോദ്യം ഇതാണ്, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനാണ്, അപ്പോൾ ആ ഇക്വേഷൻ ഇതായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നി. നിങ്ങളത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു 1-2 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാവും അത്. ഇത് തന്നെയാണ് ഒരു ലോ റാങ്ക് കിട്ടുന്ന ആളെയും
ഒരു എബോവ് ആവറേജ്, ഒരു ബിലോ 3000 5000 റാങ്ക് കിട്ടുന്നവരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇത് പഠിക്കാനുള്ള ബുദ്ധിയുടേതല്ല, പ്രാക്ടീസ് ചെയ്തതിൻ്റെതുമല്ല, മെന്റൽ പ്രിപ്പറേഷൻ്റെതാണ്. നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ട്, എത്രത്തോളം കാമായിട്ട്, എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം റിലാക്സ്ഡ് ആയിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾക്ക് 30 മാർക്ക് എക്സ്ട്രാ അടിക്കാൻ പറ്റും. അതാണ് എൻ്റെ പോയിന്റ്. മാക്സിമം പ്ലസന്റ് ആയിട്ട് പോവുക. ബി ആസ് പ്ലസന്റ് ആസ് യു ക്യാൻ. നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ പല വീഡിയോസിലും പറയാം ആസ് സിമ്പിൾ ആസ് ദാറ്റ് എന്നൊക്കെ. എനിക്ക് ഇത്തവണ നിങ്ങളോട് പറയാനുള്ളത് ഗോ ആസ് പ്ലസന്റ് ആസ് യു ക്യാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ആസ് സിമ്പിൾ ആസ് ദാറ്റ് പലരും ഷോർട്ടാക്കി ASAT. ഞാൻ നോക്കുമ്പോൾ കമന്റ് സെക്ഷൻ ഫുള്ള് അസത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഞാൻ നോക്കിയാ അവര് ഇത് ചെറുതാക്കിയതാണ്. അസത്ത് എഴുതിയിട്ടൊരു ലവ് ചിഹ്നം. ഞാൻ പെട്ടെന്ന് പേടിച്ചു. എന്തായാലും അപ്പോ നിങ്ങൾ മാക്സിമം പ്ലസന്റ് ആയിട്ട് പോവുക. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് തോന്നിയാലും ഒന്ന് വായിച്ചു നോക്കുക. 2 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വിട്ടോ, ഒരു പ്രശ്നവും. 100 എത്ര ക്വസ്റ്റ്യൻ, 100 ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യനിൽ 150 നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് ഞാനും ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. കാരണം ഇത് മാർക്ക് വെച്ചിട്ടുള്ള എക്സാം അല്ല, റാങ്ക് മാത്രം നോക്കുന്ന എക്സാം ആണ്. ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ആള് ജയിക്കും. ഇപ്പൊ ഏറ്റവും ടോപ്പർ 10 ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ 4 or 5 എണ്ണം ചെയ്താലും നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും, നല്ല റാങ്ക് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതല്ല, 150 ചെയ്തെടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. കമ്മിങ് ടു ദാറ്റ്, എൻ്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എക്സാമിന് പോകുന്നത് അത്യാവശ്യം നന്നായിട്ട് എഴുതാനാണ്. അല്ലാതെ എല്ലാം നോക്കി 100% ഉറപ്പുള്ളത് മാത്രം കുത്തിയിട്ട് വരാനല്ല. എൻ്റെ കൂടെ എൻട്രൻസ് പ്രിപ്പറേഷന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ച് പോയിട്ട് ഒരു JEE എക്സാം എഴുതി ആദ്യ തവണ. ആ സമയത്ത് അവൻ തിരിച്ചു വന്നിട്ട് നമ്മളിങ്ങനെ എക്സാം എങ്ങനെ ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, എടാ എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടാ നീ എത്ര എഴുതി? 12 എണ്ണം. അത് ശരി, 12 എണ്ണത്തിൽ 12 എണ്ണം അവന് ശരിയായെന്ന് വെച്ചോ, എത്ര മാർക്ക് കിട്ടും അവന്? 48 മാർക്ക്. എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ല. അപ്പോ 100% ഉറപ്പുള്ളതേ മാർക്ക് ചെയ്യൂ എന്നുള്ള വാശിയൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്കൊരു 50% ഉറപ്പാണ് ഈ ഒരു ആൻസർ വരാൻ ചാൻസ് ഉണ്ട്, മാർക്ക് ചെയ്തോളൂ. ആരും നിങ്ങളൊന്നും പറയുന്നില്ല. 150 ചോദ്യത്തിൽ നിങ്ങൾ മിനിമം ടു മിനിമം 45 എണ്ണമെങ്കിലും മാർക്ക് ചെയ്തിട്ട് വരണം. ഇനി ഗസ്സിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങളൊരു 10 ചോദ്യം നിങ്ങൾ അവസാനം നിങ്ങൾക്ക് ഗസ്സിങ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഗസ്സിങ് അല്ല, ചുമ്മാ മാർക്ക് ചെയ്യുകയല്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ചിലതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 4 ഓപ്ഷനാണ് ഉള്ളതെങ്കിൽ 2 എണ്ണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കുത്തിയാൽ മതി. നിങ്ങൾ 50% ചാൻസ് ഉണ്ട് അവിടെ. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മാർക്ക് ചെയ്തേ പറ്റൂ, നിങ്ങളുടെ മനസ്സ് അത് പറയുന്നു മാർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാർക്ക് ചെയ്യാം. കാരണം നമ്മുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് ഒരു ചോദ്യം ശരിയായാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. പോകുന്നത് കയ്യിൽ നിന്നുള്ള 1 മാർക്ക് പോകും എന്നുള്ളത് അവിടെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ 4 മാർക്ക് കിട്ടും. അത് കിട്ടിയാൽ നിങ്ങളുടെ റാങ്ക് ഭയങ്കരമായിട്ട് ഉയരും. അപ്പൊ മാർക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുക. ഇത്തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വേറൊരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ മാത്സിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പം ചെയ്ത് നോക്കി കിട്ടിയില്ല, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെ കിട്ടും എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു മാത്സിലെ 35ാമത്തെ ചോദ്യം എത്തി, അപ്പം നിങ്ങൾക്ക് 5ാമത്തെ ചോദ്യം ചെയ്യാൻ തോന്നി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രീവിയസ് ആ ബട്ടൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കരുത്. ആ ക്വസ്റ്റ്യന്റെ കോളം ഉണ്ട്, നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ്, മാർക്ക്ഡ് ഫോർ റിവ്യൂ, ആൻസർ അൺആൻസേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് 5 എന്നുള്ള നമ്പർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ക്വസ്റ്റ്യനിലേക്ക് എത്താം. അല്ലാതെ മണ്ടത്തരം കാണിക്കരുത്. പ്രീവിയസ് എന്നും പറഞ്ഞ് ഇങ്ങനെ കുത്തിക്കൊണ്ടേ ഇരുന്നാൽ നിങ്ങൾ കുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ, മാർക്കൊന്നും കിട്ടത്തില്ല. അപ്പോ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ കാംനെസ്, ആ പ്ലസന്റ്നെസ്, ആ കോമൺ സെൻസ് എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ എത്രത്തോളം പേഷ്യൻ്റ് ആയിട്ട്, എത്രത്തോളം ഹാപ്പി ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിക്കുന്നോ
അത്രത്തോളം നമുക്ക് തന്നെയാണ് ഗുണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ പേടിച്ചു പോയിട്ട് 1 2 ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഉള്ള മാർക്കും കൂടെ പോകുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് പഠിച്ചവനാണെങ്കിൽ കിട്ടേണ്ടിയിരുന്ന റാങ്കും കൂടെ പോകും എന്നുള്ളതല്ലാതെ അതിനെ കൊണ്ട് വേറൊരു ഗുണവും നമുക്ക് ഇല്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കാമായിട്ട് പോവുക, 2 അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, 3 മൂന്നാമത്തെ പോയിന്റ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇന്ന ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഞെക്കുക. പക്ഷെ നിങ്ങൾക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകേണ്ടതെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളത് ഞെക്കുക. ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിക്കുക. ചിലപ്പോൾ ആ കളർ പാറ്റേൺ ഉണ്ടാവും. പച്ച കളർ വന്നാൽ മാർക്ക്ഡ് നമ്മൾ ആൻസർ ചെയ്തതാണ്, റെഡ് വന്നാൽ അൺആൻസേർഡ് ആണ്, പർപ്പിൾ ആണെങ്കിൽ മാർക്ക്ഡ് ഫോർ റിവ്യൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിക്കുക. അതുപോലെ തന്നെ കൃത്യസമയത്ത് എക്സാം സെന്ററിലേക്ക് എത്തുക. അവർ പറയുന്ന അതേ ടൈമിൽ എക്സാം സെന്ററിലേക്ക് എത്തുക. നിങ്ങളുടെ സീറ്റ് കണ്ടുപിടിക്കുക. അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. നമ്മുടെ പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ആ സീരീസിൽ അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തോമസ് ഷെൽബി എന്ന് പറയുന്ന ഒരു ഗാങ്സ്റ്ററാണ്. അപ്പോൾ പുള്ളി പറയുന്ന ഒരു ഡയലോഗുണ്ട്, there is no need to rush when you are fully prepared. Okay, there is no need to rush when you are fully prepared. നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് പക്ക ആയിട്ട് എത്തേണ്ട സമയത്ത് എക്സാം സെന്ററിൽ എത്തുകയും എത്തേണ്ട സമയത്ത് നമ്മുടെ സീറ്റിൽ പോയി ഇരിക്കുകയും കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷന്റെ കാര്യമില്ല. ആലോചിച്ച് നോക്കൂ, എക്സാം തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് നിങ്ങൾ എക്സാം ഹാളിൽ എത്തുന്നത് എന്ന്, എക്സാം സെന്ററിൽ എത്തുന്നത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് കുളമാണ്. എക്സാമിന് ആദ്യത്തെ അരമണിക്കൂർ നിങ്ങളുടെ പോക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്ലാൻ ചെയ്യുക, നിങ്ങൾ എപ്പോൾ എക്സാമിന് പോകും, എപ്പോൾ എക്സാം സെന്ററിൽ എത്തും, ഏത് ഡ്രസ്സ് ഇടും. ഡ്രസ് കോഡ് ഒന്നും അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഭയങ്കര ഫാഷനബിൾ ആയിട്ട് നിങ്ങൾ പോകേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, ആണുങ്ങളാണെങ്കിൽ ഒരു ഷർട്ടും ഒരു പാൻറ്റും അല്ലെങ്കിൽ ഒരു ടീഷർട്ടും ഒരു പാൻറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കർച്ചീഫ് കൊണ്ടുപോകാം. നിങ്ങൾക്ക് കർച്ചീഫിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ നിങ്ങളൊരു പേന, നിങ്ങളുടെ ആധാർ കാർഡ്, ഹാൾ ടിക്കറ്റ്, ഇത്രയും കൊണ്ട് പോവുക. അവർ ആ ഹാൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ചു പോവുക. പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ അതും ഭയങ്കര ഫാഷനബിൾ ഒന്നും ആവണമെന്നില്ല. നമ്മൾ ഫാഷൻ ഷോയ്ക്കല്ല അവിടെ പോകുന്നത്, നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വിചാരിക്കുക. ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് പോവുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നിങ്ങൾ എഴുതുന്നത്. ഈ സിസ്റ്റം ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് ഹാങ് ആവാം, ചിലപ്പോൾ നിന്നു പോവാം. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ അതിൽ ആൻസേഴ്സ് മാർക്ക് ആവുന്നില്ല എന്നൊക്കെയുള്ള അവസ്ഥ വരാം. അങ്ങനെ വരാതെ ഇരിക്കട്ടെ. പക്ഷെ വന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ പാനിക് ആകരുത്. ജസ്റ്റ് കൈ പൊക്കുക, അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്ററിനോട് കാര്യം പറയുക. ഇത്ര സമയം ഞാൻ ഇത് എഴുതി, ഇവിടെ വെച്ചത് ഹാങ് ആയി എന്നുള്ളത് എഴുതുക, എന്നുള്ളത് പറയുക. നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം അലോട്ട് ചെയ്യപ്പെടുക തന്നെ വേണം. എക്സാം എഴുതുന്ന ഓരോ കുട്ടിക്കും അവകാശപ്പെട്ടതാണ് ആ 3 മണിക്കൂർ. എന്തെങ്കിലും ഫോൾട്ട് ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ ആ സോഫ്റ്റ്വെയറിനോ വന്നാൽ അത് നമ്മുടെ തെറ്റല്ല. നമ്മുടെ തെറ്റല്ല എന്ന് ഞാൻ പറയുമ്പോൾ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആവശ്യമില്ലാതെ കീബോർഡിലൊന്നും കയറി ടൈപ്പ് ചെയ്യരുത്. നമ്മൾ വെറുതെ അതിനെ നമ്മളായിട്ട് ഹാങ് ആക്കരുത്. നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മൗസ് അതിനകത്തുണ്ടാവും. ആ മൗസ് വെച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യണോ അത് മാർക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ആ സിസ്റ്റത്തിനുണ്ടായാൽ അത് നമ്മുടെ തകരാറല്ല, അത് സിസ്റ്റത്തിൻ്റെതാണ്, അതോറിറ്റീസിൻ്റെതാണ്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, പാനിക് ആവണ്ട. നിങ്ങൾക്ക് അതിനുള്ള സമയം അലോട്ട് ചെയ്യപ്പെട്ടിരിക്കും. അങ്ങനെ അലോട്ട് ചെയ്യപ്പെടാത്ത ഒരു ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലോ ഏത് ഈ കീം റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ചാനലിലോ ഏത് ഫോറത്തിലോ നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ ബാക്കി കാര്യം കൈകാര്യം ചെയ്യുന്നതാണ്. അത് നോക്കാം, നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ മാക്സിമം പ്ലസന്റ് ആയിട്ട് പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി നിങ്ങൾ എക്സാമിന് പോവുക.
പോവുക. കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കീമെല്ലാം കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ട് നിങ്ങൾ തിരിച്ച് നമ്മുടെ ചാനലിലേക്ക് വരിക, ഈ കമന്റ് സെക്ഷനിൽ വരിക, നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എഴുതുക. ഇത്തവണ ഷിഫ്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എക്സാം എഴുതുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യൂസ് ഷെയർ ചെയ്യുക, എങ്ങനെയായിരുന്നു എക്സാം എന്നുള്ളത് ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെയാണ്. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുക. ഒരുപാട് ഫുഡ് രാവിലെ കഴിച്ചിട്ട് പോകരുത്, നിങ്ങൾക്കത് ചിലപ്പോൾ ഉറക്കം വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും. മിതമായിട്ട് ഫുഡ് കഴിക്കുക, നിങ്ങളുടെ വിശപ്പ് മാറുന്ന അത്രയും കഴിക്കുക, മൂക്ക് മുട്ട കഴിക്കണം എന്നില്ല. എന്നിട്ട് എക്സാമിന് പോവുക, പ്ലസന്റ് ആയിട്ട് പോവുക. എക്സാം കഴിഞ്ഞ് നല്ല ജ്യൂസൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു വരിക. പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, എൻഡ് ഓഫ് ദ ഡേ ഇത് ജസ്റ്റ് ഒരു എക്സാം ആണ്, കേരള എഞ്ചിനീയറിംഗ് എക്സാം. നിങ്ങൾക്ക് ഇതിൽ ഏത് റാങ്കോ കിട്ടിക്കോട്ടെ, നിങ്ങൾ ഇതിനകത്ത് ടോപ്പ് റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് റാങ്ക് ലിസ്റ്റിലേ നിങ്ങൾ വരുന്നില്ല എന്ന് വിചാരിക്കുക. ഒന്നും ഒരു പ്രശ്നമല്ല, ഒന്നും എൻഡ് ഓഫ് ദി വേൾഡ് അല്ല. ജീവിതത്തിൽ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ സുന്ദരമായിട്ടുള്ള ഭൂമിയിൽ, സുന്ദരമായിട്ടുള്ള ഒരു സമയത്ത് നമ്മളിവിടെ എക്സിസ്റ്റിംഗ് ആണ്, അത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പഠിത്തം, എക്സാംസ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊന്നും നമ്മളങ്ങനെ ഓവർ ഇമ്പോർട്ടൻസോ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും, അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതൊന്നുമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേര്, നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു അടയാളം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഒരുപാട് അതിന് വഴികളുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖല എന്താണോ അത് ഫോക്കസ് ചെയ്ത് നമ്മൾ പോയാൽ ഡെഫിനറ്റ്ലി വിജയം നമ്മുടെ പുറകെ വരും. നമ്മൾ വിജയത്തിനെ തേടി പോകേണ്ട ആവശ്യമില്ല. സക്സസ് നമ്മളെ തേടി നമ്മുടെ പടിവാതിൽക്കൽ വന്ന് ആദ്യം പറഞ്ഞ പോലെ കോളിംഗ് ബെല്ലടിക്കും. അപ്പോൾ നമ്മൾ കതവ് പതുക്കെ തുറന്നു കൊടുക്കുമ്പോൾ നമ്മളെ വന്നത് ആലിംഗനം ചെയ്യും. ആഹാ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോട്ട്. അപ്പോൾ നിങ്ങളുടെ ഇതേപോലത്തെ തോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലൈഫിനെ കുറിച്ചുള്ള തോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് മക്കളെ. ഇത്രയും നാൾ നമ്മുടെ ചാനൽ കണ്ട് ബാക്കി ചാനലുകളൊക്കെ കണ്ട് പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി വെരി ബെസ്റ്റ് ഫോർ കീം 2024 എക്സാം. പീസ്ഫുൾ ആയിട്ട് കാമായിട്ട് പോയി എക്സാം എഴുതിയിട്ട് തിരിച്ചു വരൂ. എക്സാം നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഈ എക്സാം എഴുതും, ജയിക്കും എന്നതിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല, നിങ്ങൾക്കും യാതൊരു ഡൗട്ടിൻ്റെയും കാര്യമില്ല. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയോടെ, ആ ഒരു പ്ലസന്റ് തോട്ടോടുകൂടി നിങ്ങൾ പോയിട്ട് എക്സാം എഴുതിയിട്ട് വരൂ. എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കാണണം. അതുവരെ എല്ലാവർക്കും ബൈ.